ഇനി അധ്യാപകർക്ക് കുട്ടികളെ തല്ലാം. ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് വിധി വന്നിരിക്കുന്നത്. ഒരു കോളേജിലെ, അതായത് തൃശ്ശൂർ ചിറ്റാട്ടുകര ഈ ഗോകുലം പബ്ലിക് സ്കൂളിലെ കുട്ടികൾ കൊടുത്ത കേസാണ്. പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ചേർന്ന് അവരെ കരണത്തടിച്ചു എന്ന് പറഞ്ഞുള്ള കേസാണ്. അപ്പോൾ ഒരു വർഷം മുമ്പ് അവർ 2022 ജനുവരിയിൽ ആ കേസ് വന്നതാണ്. അവരെ പാവറട്ടി പോലീസാണ് കേസ് എടുത്തത് പ്രിൻസിപ്പളിനെതിരായിട്ട്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇവർ കേസ് റദ്ദാക്കണമെന്ന്, പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കൂടി ഹൈക്കോടതി പോയി. ഹൈക്കോടതിയാണ് ഈ വളരെ സുപ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നത്. കരണത്തടിച്ചത് തെറ്റല്ല, പ്രിൻസിപ്പളോ അല്ലെങ്കിൽ സ്കൂൾ അധികാരോ അടിച്ച തെറ്റല്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ കമ്പ് കൊണ്ടുപോലും കയറരുത് എന്നുള്ള ഉത്തരവ്, സർക്കാർ ഉത്തരവ് കിടക്കുന്ന കാലത്താണ്. കുട്ടികളെ അടിക്കരുത്, കുട്ടികളെ ഒന്നും പറയാൻ പാടില്ല, കമ്പ് കയ്യിലെടുക്കരുത് അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞുള്ള ഉത്തരവ് നമ്മുടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹൈക്കോടതി കരണത്തടിച്ചത് തെറ്റല്ല എന്ന് വിധിച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു ശ്യാം? ഈ കരണത്തടിച്ചു എന്നതിന് തെളിവുണ്ടോ? ഈ കുട്ടികൾ പറയുന്നതിനപ്പുറം തെളിവ് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എ ബദറുദ്ദീൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വേറൊരു വിധി പുറപ്പെടുവിച്ച ആളാണ്. ഈ കോടനാട് സ്കൂളിലെ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലി എന്നുള്ള പരാതിയിൽ അത് പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം കൊടുത്തിരിക്കെ അദ്ദേഹം കോടനാട് പോലീസിൻ്റെ കുറ്റപത്രത്തെ റദ്ദാക്കിയ ആളാണ്. അന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലി എന്നുള്ള പരാതി അന്ന് ജോമി എന്ന് പറയുന്ന അധ്യാപകനാണ്, പ്രിൻസിപ്പൽ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് ആ പരാതി വരികയും അദ്ദേഹത്തിനെതിരെ FIR എടുക്കുകയും ബാലാവകാശ നീതി നിയമപ്രകാരം കേസെടുക്കുകയും ഒക്കെ ചെയ്ത കേസാണ് ആ സംഭവം. ആ സംഭവത്തിൽ ഹൈക്കോടതിയിലേക്ക് ഇദ്ദേഹം ഈ FIR ഇതിൻ്റെ കുറ്റപത്രം റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയിലെത്തിയപ്പോൾ എ ബദറുദ്ദീൻ ജസ്റ്റിസിൻ്റെ വിധി എന്ന് പറയുന്നത് കുട്ടികളെ നന്നാക്കുവാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിലേക്കും മദ്രസയിലേക്കുമൊക്കെ വിടുന്നത്. അവിടേക്ക് വിടുമ്പോൾ അതിനുള്ള അധികാരം കൂടി രക്ഷകർത്താക്കൾ ആ ഒരു മേഖലയിൽ നൽകുന്നുണ്ട്. അതായത് അവിടുത്തെ അധ്യാപകർക്കാണെങ്കിലും അവിടുത്തെ ഈ പറയുന്ന ഉപദേശകർക്കായാലും അതിനുള്ള അധികാരം കൂടി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടനവധി പരാതികൾ ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അന്നത്തെ കേസിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അധ്യാപകൻ തല്ലിയതിൽ കുട്ടിയുടെ ദേഹത്ത് പാടുകളില്ല, ശരീരത്തിൽ പാടുകളോ തെളിവുകളോ ഒന്നുമില്ല എന്ന് അന്നത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ, ആരോഗ്യ പരിശോധനയിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് എ ബദറുദ്ദീൻ്റെ നിരീക്ഷണം. ആ കാര്യത്തിൽ അദ്ദേഹം വന്നത് ജസ്റ്റിസിൻ്റെ നിരീക്ഷണം അതായിരുന്നു. മാത്രമല്ല, കാര്യമായ ചെറിയ നിർദ്ദേശങ്ങളും ശിക്ഷകളും ഒക്കെ നടപ്പാക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം വേണം, എങ്കിൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പോവുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയത്. അങ്ങനെയുള്ള ചെറിയ ശിക്ഷകൾ നൽകുകയാണെങ്കിൽ ബാലാവകാശ നിയമപ്രകാരമുള്ള കേസെടുക്കുന്നത് ആ നിയമത്തെ കൂടി വക്രീകരിക്കുന്നതിനും അതിനെ മോശമായ രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്നതിനും ഒക്കെയുള്ള കാരണമായി മാറും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം അതേ വിധി കോട്ട് ചെയ്തിട്ടാണ് ഇന്ന് അതേ വിധിയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 21 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ 5 കുട്ടികളെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും കൂടെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഈ കുട്ടികളുടെ മുഖത്തടിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കോളറിനെ കുത്തിപ്പിടിച്ച് അടിച്ചു. അപ്പോൾ അതിന്റെ കാരണമായിട്ട് ഈ കുട്ടികളുടെ പരാതിയായി അവിടെ വന്നിരിക്കുന്നത് ഇത് 164 ഉള്ള കേസും കൂടാണ്. രഹസ്യമൊഴി 5 കുട്ടികൾ നൽകിയിട്ടുണ്ട്. ആ കുട്ടികളുടെ പരാതി തങ്ങളെ അധ്യാപകൻ അടിക്കാനുള്ള കാരണം ക്ലാസ്സിലെ ഇടവേള സമയത്ത് തങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയും പാട്ട് പാടുകയും ചെയ്തു, അതിനാണ് തങ്ങളെ തല്ലിയതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സ്കൂൾ വൃത്തിയായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ പ്രധാന അധ്യാപകൻ ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവൃത്തിയൊക്കെ നടത്തുമോ എന്നുള്ള കാര്യം വിശ്വസനീയ യോഗ്യമാണോ എന്നുള്ളത് അതൊരു സംശയമാണ്. കാര്യം മാത്രമല്ല, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് ഇപ്പോൾ ഇവരെ ഉപദേശിക്കാൻ പറ്റില്ല. അധ്യാപകർക്ക് ഇവരോട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു കുട്ടി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഒരു അധ്യാപകൻ ഒന്ന് കയർത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വൈരാഗ്യം, കുട്ടികളാവുമ്പോൾ കുട്ടികൾക്കും ദേഷ്യവും ഒക്കെയുള്ള പ്രായമാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിയമത്തേക്ക് എടുത്ത് ഉപയോഗിച്ച് കളയും. പോക്സോ കേസിലൊക്കെ പെടുത്തി കളയും അധ്യാപകരെ. ചില അധ്യാപകരെയൊക്കെ പോക്സോ കേസിലായി, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എല്ലാ കേസുകളും അങ്ങനെയുള്ളതെന്നും പറയുന്നില്ല. ചില കേസുകളിൽ അധ്യാപകരെ മനഃപൂർവ്വം
അവരോടുള്ള ഈ വിരോധത്തിനും മനസ്സിൽ വെച്ചിട്ടുള്ള പകയ്ക്കും പോക്സോ കേസിൽ പിടിച്ച് ചേർക്കുന്നുണ്ട്. നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ അധ്യാപകനെതിരെ മാർക്ക് കിട്ടില്ലെങ്കിൽ വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞ് കുട്ടി പരാതിപ്പെടുകയും കുട്ടി എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പരാതി കൊടുക്കുകയും വീട്ടിലെത്തുന്ന ഈ പരാതി കേൾക്കുന്ന ഉടനെ വീട്ടുകാർ ഇത് ചാടി പുറപ്പെട്ട് ഇറങ്ങി തിരിച്ച് ഇത് ആകപ്പാടെ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ആ സ്കൂളിലെ യൂണിഫോം പറ്റില്ലെന്ന്. ആ യൂണിഫോം പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ പരാതിയുമായി രംഗത്തെത്തുകയുണ്ടായി. അത് പിന്നെ കുട്ടികൾക്ക് സ്കേർട്ടും ടോപ്പുമാണ്. അപ്പോൾ ആ യൂണിഫോം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം ഒരു 5-6 കൊല്ലമായി, ഇത്തിരി പഴക്കമുള്ള കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ വന്ന പരാതിക്കാരാരാണ്? വന്ന പരാതിക്കാരിൽ വളരെ ചുരുക്കം രക്ഷകർത്താക്കളേ ഉള്ളൂ. കൂടുതലും പുറത്തു നിന്നുള്ള കുറച്ച് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ സ്കൂള് നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റൊരു സ്കൂളിന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്കൂളിനെ എങ്ങനെയും തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്കേർട്ട് പ്രോബ്ലം എടുത്തിട്ട് വന്നത്. അവിടെ രക്ഷകർത്താക്കൾ ഭൂരിഭാഗം പേർക്കും അക്കാര്യത്തിൽ പരാതിയില്ല. അത് മാന്യമായിട്ടുള്ള വസ്ത്രമാണ് കുട്ടികൾ ധരിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, അത്തരത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ മറ്റുള്ളവർ പുറത്തു നിന്നുള്ളവർ വേറെ രീതിയിൽ നോക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ യൂണിഫോം പറ്റില്ല. ഈ സ്കൂളാണെങ്കിൽ വർഷങ്ങളായിട്ട് അവരുടെ യൂണിഫോം അവരത് മാറ്റാനും നിലപാടില്ല. അവസാനം ഇത് വലിയ പ്രശ്നമായി, ഒരു സാമൂഹിക പ്രശ്നമായി. ഇവിടെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം ഭയങ്കരമാണ്. ഇവിടെ ഉണ്ടായിരിക്കും, കാണും. സ്കൂളുകൾ തമ്മിലുള്ള അവരുടെ സ്കൂള് 1ാം സ്ഥാനത്തെത്തുക, അവരുടെ സ്കൂളാണ് ടോപ്പിൽ നിൽക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ബഹളം കൂടി ഇക്കാര്യത്തിൽ. അപ്പോൾ കുട്ടികളുടെ മുകളിലേക്ക് അമിതമായിട്ടുള്ള പ്രഷർ ഇവർ ചെലുത്തും. ഇത് ഞാൻ 2ാമത്തെ വശമാണ് പറയുന്നത്. ഒരു ഭാഗത്ത് അധ്യാപകർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, മറുഭാഗത്ത് ഈ കുട്ടികൾ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത്, ട്രിവാൻഡ്രത്തെ ഒരു സ്ഥലത്ത് തൊട്ടടുത്തൊരു ക്ലാസ് ഉണ്ട്, ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്. ആ ട്യൂഷൻ ക്ലാസ്സിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു പോയ കുട്ടികൾക്കൊക്കെ എൻട്രൻസിൽ ഇത് കിട്ടുന്നു, എൻട്രൻസ് പാസ്സായി പോകാൻ പറ്റുന്നു. മെഡിസിൻ എൻട്രൻസ് ഒക്കെ പാസ്സായി പോകാൻ എളുപ്പത്തിൽ പറ്റുന്നു. അവർക്ക് അത്രയും ബേസ് ആ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് അവിടേക്ക് വ്യാപകമായി കുട്ടികളെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അധ്യാപകർ എന്തുകൊണ്ട് കൂടുതൽ കുട്ടികൾ വന്നപ്പോഴത്തേക്ക് ഇതിൽ പഠിക്കുന്ന ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പ്യൂറിയമിൽ ഒരു ഇംബാലൻസ് വന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് ബഹളം കേട്ടിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തൊണ്ട പൊട്ടിപ്പോയില്ലേ? ഇത്രയും വലിയ ബഹളം ഒരു കുട്ടികളോട് ഭയങ്കരമായി വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് അധ്യാപകർ പേപ്പറൊക്കെ എടുത്ത് എറിയുന്നതാണ്. എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഈ പേപ്പറൊക്കെ വാരി ഇദ്ദേഹം എറിയുന്ന ഇദ്ദേഹത്തിൻ്റെ കോലാഹലവും ബഹളവും. ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് കാണിക്കുന്ന ബഹളമില്ല, അമ്മാതിരി ബഹളമാണ്. അപ്പോൾ ഇത് ഇദ്ദേഹം എങ്ങനെ മറ്റു കുട്ടികൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത്രയും ബഹളം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ പ്രഷർ വരുന്നു. ആ പ്രഷർ എടുത്ത് അദ്ദേഹം തൻ്റെ സ്ഥാപനം എപ്പോഴും പിടിച്ചു നിൽക്കണം, എപ്പോഴും ഈ പറയുന്ന പേര് തനിക്ക് എപ്പോഴും വേണം എന്നുള്ള ധാരണയിൽ അദ്ദേഹം ഈ പ്രഷർ എടുത്ത് അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നു, കുട്ടികൾക്ക് വിട്ടു കൊടുക്കുന്നു. പക്ഷേ കുട്ടികളെല്ലാം ഒരേ ബുദ്ധിയിൽ വരുന്നവരല്ലല്ലോ. ഇവർക്ക് എല്ലാവരും ഒരേ ബുദ്ധിയിൽ ഉള്ള കുട്ടികളും അല്ലല്ലോ. അപ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെയും പിടിവിട്ടുപോയി. പക്ഷേ അദ്ദേഹം വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വീട്ടുകാർ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടികളെ പഠിപ്പിച്ചോളൂ, നിങ്ങൾ എന്നും കുട്ടികളെ ജയിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ധാരണ. പക്ഷേ ഇത് എൻട്രൻസ് കോച്ചിങ്ങും അല്ല, ഇത് 10, +1, +2 ലെവലുള്ള കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ അവർക്ക് അവിടുന്ന് ബേസ് കിട്ടുന്നു, ബേസിക് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാം. ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഇന്നിപ്പോൾ 1 മാസം തികയാണ്. ഗുരുദേവ കോളേജിൽ അവിടുത്തെ അധ്യാപകനായിട്ടുള്ള സുനിൽ ഭാസ്കറിനെ കയറി ഇവിടുത്തെ ഒരു സംഘടന എന്ന് പറയുന്നത് എന്തിനാ, SFI-ക്കാരെ അതിനകത്ത് കയറി അദ്ദേഹത്തെ തല്ലിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. ഈ 1 മാസം തികഞ്ഞിട്ട് പോലും ആ അധ്യാപകന് പൂർണ്ണമായിട്ട് നീതി ലഭിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ വലിയ പ്രഷർ വന്നിട്ട് ഈ കോളേജിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ തേജു സുനിൽ, MK തേജു ലക്ഷ്മി, അമൽ രാജ്, അഭിഷേക്, ഈ 4 പേരെ ഇപ്പോൾ തിരിച്ചെടുക്കേണ്ടി വന്നു ആ കോളേജിന്. ഈ അതെ, പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് ഒരു അധ്യാപകനെ ഇത്തരത്തിൽ ഇതിൽ കയറി ക്യാമ്പസിനുള്ളിൽ കയറി തല്ലുന്ന വീഡിയോ പുറത്തു വന്നത് നമ്മൾ അധികം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കാലം അധ്യാപകനെ തല്ലി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അധ്യാപകനെ സ്കൂളിൽ കയറി കുട്ടി അടിച്ചതിന് തല്ലിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വീഡിയോ ഇതുവരെ
കാണുന്നത്. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഈ മാധ്യമ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അധ്യാപകൻ. അത് രക്ഷാകർത്താക്കളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് അതെ അതെ, രക്ഷാകർത്താക്കളുള്ള കുട്ടികളും പുതുതായിട്ട് വന്ന കുട്ടികളൊക്കെ രക്ഷാകർത്താക്കൾ അദ്ദേഹത്തിന്റെ ഇതിനെ എത്രത്തോളം, ആ വ്യക്തിത്വത്തെ എത്രത്തോളം ബാധിച്ചാണ്. പ്രിൻസിപ്പൾ എന്നുള്ള സ്ഥാനത്ത് എത്തുമാത്രം ഒരുപാട് ബാധിച്ചു കാണും. ഞാൻ ഈ എസ് എൻ കോളേജിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. എസ് എൻ കോളേജിൽ രാഷ്ട്രീയ അതിപ്രസരം ആ കോളേജിലെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട്. മറ്റൊരു കോളേജുകളിലും ഇല്ലാത്ത രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ കയറി നിരങ്ങുകയാണ്. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയം ശരിയാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാൾ കൂടിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എസ് എൻ കോളേജുകളെ അതിൻ്റെ നല്ല നടത്തിപ്പിനെ അത് വ്യാപകമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉത്തരവിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് ഞാനും ചോദിക്കാൻ പോകുന്നത്. ഈ ഉത്തരവിൽ ഈ കോളേജിൽ, അതായത് ഈ പ്രിൻസിപ്പളിനെ തല്ലിയ കേസ് ഇപ്പം കിടക്കുകയാണ്. അയാൾ ഇതിൽ ദൂരവ്യാപക മറുപടി, എന്നെ പ്രിൻസിപ്പൾ തല്ലി, എൻ്റെ മുഖം അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയുണ്ട്. അടിച്ചു, എനിക്ക് ചെവി കേൾക്കാനൊക്കുന്നില്ല, കണ്ണവടം പോയി എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയുണ്ട്. ആ പരാതി ഇനിയിപ്പോ ഈ ഹൈക്കോടതിയിലെ വിധിയെ എടുത്ത് ബാധിക്കും. ഈ വിധിയെ മാത്രമല്ല, ഒട്ടനവധി പത്തനംതിട്ട ഒരു സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലി എന്ന് പറഞ്ഞു. നേരത്തെ കഴിഞ്ഞ വർഷത്തെ ഒരു കേസുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ഒഴുകൂര് ക്രസന്റ് സ്കൂളിൽ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലി എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ ഒരു കേസുമുണ്ട്. ഈ ഇങ്ങനെയുള്ള ഇത് എല്ലാ ജില്ലകളിലും ഇങ്ങനെയുള്ള കേസുകൾ കിടക്കുകയാണ്. ഈ കേസുകളെല്ലാം ഈ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഈ ബദറുദ്ദീന്റെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതികളിൽ ഇനി ഹർജികളുടെ പ്രവാഹമായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് SFIക്കാരൻ ഇപ്പൊ എന്ത് ചെയ്യും? പ്രിൻസിപ്പലിന് കയറി ബഹളം കാണിക്കാനൊക്കില്ല, അധ്യാപകരെ ചീത്ത വിളിക്കാനൊക്കില്ല, അധ്യാപകരെ തള്ളാനൊക്കില്ല, അവിടെയൊക്കെ ഒരു എട്ടകാസം കാണിക്കാനോ SFIയുടെ ആ കാര്യം പോക്കാണെന്ന് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ അവർക്ക് ഇതാണല്ലോ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അല്ല വേറെ പ്രവർത്തനമൊന്നുമില്ല. അധ്യാപകരെ വരട്ടുക, ഗുണ്ടായിസം കാണിക്കുക, കോളേജിൽ വരുന്നവരെ വരട്ടുക. അപ്പൊ ഈ ബദറുദ്ദീന്റെ ഈ ഒരു വിധി SFIയുടെ കട്ടയമുട മടക്കിയെന്ന് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, SFIയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലത്തും ഈ ഗുണ്ടായിസം കാണിച്ചിട്ടാണ് നിലനിന്നിട്ടുള്ളത്. 70 മുതലുള്ള അവരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ക്യാമ്പസുകളിൽ അവർ നടത്തിയിട്ടുള്ള കൂടുതലും ഗുണ്ടായിസത്തിൻ്റെ കാര്യങ്ങളാണ്. ഞാൻ കണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു SFI നേതാവിന് ഞാൻ ഒരു കോളേജിൽ വേറൊരു ജില്ല പറയുന്നില്ല, അപ്പോൾ കോളേജ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിന് ഇലക്ഷന് മത്സരിക്കാൻ 75% അറ്റൻഡൻസ് വേണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 75% അറ്റൻഡൻസ് വേണം. യൂണിവേഴ്സിറ്റിയുടെ ചട്ടമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ചെന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ അങ്ങോട്ട് എടുത്തു വെച്ച് അതിൽ ഒപ്പിട്ടു. ഒരു അധ്യാപകൻ ചോദിച്ചപ്പോൾ ആ അധ്യാപകനെ ഭീഷണിപ്പെടുത്തി. വ്യാപകമായ ഭീഷണി അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. അദ്ദേഹത്തിന് 1 മാസത്തിലധികം ലീവ് എടുത്ത് മാറി നിൽക്കേണ്ടി വന്നു, കോളേജിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ഇത് ചോദ്യം ചെയ്തു. കാര്യം അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഇതിൽ അതോറിറ്റിയിൽ ഇരിക്കുന്ന സാധനമാണ്. ഇതെടുത്തുകൊണ്ട് വന്ന് കംപ്ലീറ്റ് ഒപ്പിട്ട് വെച്ചിട്ട് 90% അറ്റൻഡൻസ് എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് പോയി. ഗുണ്ടായിസം അല്ലേ? അദ്ദേഹം ചോദ്യം ചെയ്തു. അദ്ദേഹവുമായിട്ട് ഇവർ തർക്കമായി, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാതായി, അദ്ദേഹവുമായിട്ട് വലിയ പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം 1 മാസത്തോളം മാറി നിന്നു. പക്ഷേ അദ്ദേഹം പരാതിയായിട്ടൊന്നും പോയില്ല. അതുകൊണ്ടാണ് ഈ കോളേജിൻ്റെ പേരെന്ന് പറഞ്ഞത്. അദ്ദേഹം പോലീസിൽ പരാതിയായിട്ടോ അങ്ങനെ കാര്യങ്ങൾക്കോ പോയില്ല. ഏതായാലും ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.